രാഹുൽ മാങ്കൂട്ടയ്ക്ക് രാവിലെ ഒരു പ്രതികരണം വന്നിരുന്നു. അതിനകത്ത് റൂറൽ എസ് പിക്കെതിരെ കടുത്ത അല്ലെങ്കിൽ പോലീസിനെതിരെ കടുത്ത വിമർശനമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. റൂറൽ എസ് പി അവരുടെ കാര്യം നോക്കിയാൽ മതി, പോലീസിനിടയിൽ നിൽക്കുന്നത് വലിയ ക്രിമിനലുകളാണ് പോലീസിനിടയിൽ ഉള്ളതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രാവിലെ പറഞ്ഞത്. ഇത് കേട്ടുള്ള മാധ്യമ പ്രവർത്തകരോടാണ് എനിക്കൊരു എന്താ പറയുക, ഒരു സഹതാപം തോന്നുന്നത്. ആരാ ക്രിമിനൽ? ആരാണ് ക്രിമിനൽ എന്ന് വിളിക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഇതാ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. ഈ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഷാഫി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണിച്ചത്? ഇങ്ങനെ തൻ്റെ അരുമയെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു സാഹചര്യം ഒരുക്കിയതാണ് എന്ന് ഈ പത്രസമ്മേളനം കണ്ടാൽ മനസ്സിലാവില്ലേ? അതിനുവേണ്ടിയല്ലേ ശ്രമിച്ചത്? അതിനുവേണ്ടിയാണ് ശ്രമിച്ചത് എന്ന് ആർക്കും ബോധ്യപ്പെടും. കോൺഗ്രസിനകത്ത് ഈ അഭിപ്രായമില്ലേ? ഇവർ സോഷ്യൽ മീഡിയയും ഇവരുടെ ഈ ഷാഫി ഫാൻസ്, രാഹുൽ ഫാൻസ് ടീമിൻ്റെയൊക്കെ ഒരു ഇടപെടൽ കൊണ്ട് കേരളത്തിൽ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? ഞങ്ങളല്ലല്ലോ ഈ വിഷയമൊന്നും ഉയർത്തി ഇവരെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് അറിയാമല്ലോ. ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഞങ്ങളായിട്ടൊരു ആരോപണം ഉന്നയിച്ചോ ഇവരുടെ പിന്നാലെ നടന്ന് ഇവർ ആക്രമിക്കാനോ ഞങ്ങൾ പോയിട്ടേ ഇല്ല. ഇന്നലത്തെ സംഭവത്തിലും CPM-ന് പങ്കില്ല. CPM മാറി നിൽക്കുക. പോലീസുമായിട്ടാണ് സംഘർഷമുണ്ടാകുന്നത്. ആ സംഘർഷത്തിലാണ് ഈ പറയുന്ന സംഭവം ഉണ്ടായി എന്ന് അവർ പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എന്താ? എന്നിട്ട് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താ? കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി, യൂത്ത് കോൺഗ്രസിൽ നിന്ന് അവർ പുറത്താക്കി, എന്നിട്ടിപ്പോൾ പിൻവാതിലിലൂടെ കൊണ്ടുവന്ന് ഒരു ഷാഫിയെ സംരക്ഷിക്കുന്ന ഒരു ബ്രിഗേഡാക്കി, അതിൻ്റെ ബ്രിഗേഡിൻ്റെ തലവനാക്കി അവതരിപ്പിക്കാനുള്ള ശ്രമമല്ലേ ഇപ്പോൾ ഇവിടെ നടന്നത്? ഈ പൊതുജനങ്ങൾ ഇതിനെയൊക്കെ പുച്ഛത്തോടു കൂടി കാണും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ ചോദിക്കേണ്ടിയിരുന്നു, രാഹുൽ ആരാണ് ക്രിമിനൽ എന്നുള്ള ചോദ്യം നിങ്ങൾ ഉന്നയിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്.